മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർബിൾ ഹോംസ് എന്ന് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായിട്ട് നുവാൽസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാഷണൽ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് അവിടെ നിന്നും തേവയ്ക്കൽ സൈഡിലേക്ക് പോകുന്ന റൂട്ട് എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ നുവാൽസിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 800 മീറ്ററാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 50 മീറ്റർ മാത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റാണ്. 5-6 വീടുകളാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്തുള്ളത്. ഇതിനകത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഏകദേശം 3 വീടുകൾ സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 വീടുകളും കൂടിയാണ് ഇവിടെ സെയിലാവാനായിട്ടുള്ളത്. ഈ കാണുന്നതാണ് വില്ല പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് കാണുന്ന വില്ലയാണ് നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ലയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ അത് കൂടാതെ തന്നെ നിങ്ങൾക്കിതിന് ഈ വില്ലയിലുള്ള മറ്റുള്ള വീടുകൾ കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ വില്ല സെയിലായതാണ്. അവിടെ ഓൾറെഡി ആൾ താമസവുമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ലയിലും ആൾ താമസമായതാണ്. ഇനിയിപ്പോൾ ഈ നമ്മളുടെ രണ്ടാമത് ഒരു കാറ് കിടക്കുന്ന വില്ല നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആ വില്ല ഇനി സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വഴി നേരെ കയറി പോകുന്ന ആ ഒരു വീടും ഇനി സെയിലിനായിട്ട് ഉള്ളതാണ്. അവിടെ ഇനിയിപ്പം ഏകദേശം ഫൈനൽ വർക്കുകളും ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്കുകൾ അതൊക്കെ മാത്രമാണ് ഫൈനലി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിന്ന് പരിചയപ്പെടേണ്ട വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ആ വീടിൻ്റെ ഗേറ്റ് നല്ല ഭംഗിയായിട്ട് ഗേറ്റിൻ്റെ മെയിൻ 2 പില്ലറുകൾ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ മെയിൻ 2 പില്ലറുകളിൽ 2 ഭംഗിയായ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും മറ്റേത് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് ചെയ്തിരിക്കുന്നത്. GR സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് ഫ്രെയിം എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡക്കൂഡ് ഇട്ടിട്ടാണ് ഒരു വുഡിൻ്റെ ഷെയ്ഡും കൊടുത്തിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ കാർ പോർച്ചിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് വശം ഫുള്ളായിട്ട് തന്നെ ആ ഒരു സ്റ്റോൺസ് ഇട്ടിട്ട് സ്റ്റോൺസ് പാകിയിട്ട് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുകയാണ്. കാർ പോർച്ചിൽ വന്നിട്ട് ഒരു കാറിനാണ് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത്. കാർ പോർച്ചിൻ്റെ ആ സറൗണ്ടിങ്സ് ഫുള്ളായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിൻറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അകത്തു നിന്നുള്ള 4 വിൻഡോസ് വരുന്നത് പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൂടാതെ ഈ കാർ പോർച്ചിന് 2 സൈഡിലായിട്ട് 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ മെയിൻ 2 പില്ലറുകൾ വന്നിട്ട് നല്ല ടെക്സ്ചർ വർക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു വെറൈറ്റി കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ആവശ്യത്തിന് തന്നെ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ മെയിൻ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടാതെ 2 വീലർ സ്പേസുകളെല്ലാം ധാരാളം തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഭാഗങ്ങൾ മുഴുവൻ നമുക്ക് 1, 2, 3 ഒക്കെ 2 വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ 2 സൈഡിലേക്കും നടന്നു പോകാനായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ പോലും 2 പേർക്ക് സുഖമായിട്ട് നടന്നു പോകാനുള്ള രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വരെയും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ ഉള്ളത്. നമുക്ക് കിച്ചണിലേക്ക് പോകുന്ന ടൈമിൽ പരിചയപ്പെടാം. ഇനി വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ 2 പേർക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ബേബി മെറ്റൽ വിരിച്ചിരിക്കുകയാണ് ബാക്ക് സൈഡ് വരെ. വീടിൻ്റെ ചുറ്റിനും എല്ലാ സൈഡിലും തന്നെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിലേക്ക് കടക്കുമ്പോൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രാനൈറ്റ് പീസാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ 2 പില്ലറുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് ആ ഒരു കാർ പോർച്ചിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് പില്ലറുകൾ വരുന്നത്. അതിലെല്ലാം ടെക്സ്ചർ വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റുകളൊക്കെ അവിടെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കുള്ള വീടിൻ്റെ മെയിൻ ഡോറ് നല്ല വീതിയുള്ള കട്ടളപ്പടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണ ഡിസൈനുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ അവിടുത്തെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഒരു നല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്.
ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് റൂമിൽ 3 പാളികളായിട്ട് 2 സൈഡിലായിട്ടാണ് ജനാലകൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം നേരെ നമ്മളുടെ ലുക്ക് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ TV യൂണിറ്റിനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലെല്ലാം ധാരാളം വർക്കുകൾ ചെയ്തിട്ട് ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫ്രണ്ട് റൂമിൻ്റെ തന്നെ 2 സൈഡിലായിട്ട് മനോഹരമായ 2 ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ എൻട്രൻസിലെല്ലാം തന്നെ വുഡ് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് റൂം ചെയ്തിരിക്കുന്നത്. 10-12 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തക്കവണ്ണം ഒരു വലിയ ടേബിൾ തന്നെ ഇടാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ഈ കാണുന്ന സൈഡിലായിട്ടാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ സറൗണ്ടിങ്സ് എല്ലാം വന്നിട്ട് വുഡ് കൊണ്ട് നല്ല വർക്ക് ചെയ്ത് മുകളിലൊക്കെ ധാരാളം ഡിസൈനുകളും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വാഷ് ബേസിൻ ജാഗുവാറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സറൗണ്ടിങ്സിലെല്ലാം വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഒരു ഭംഗിയുള്ള മിറർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള സ്പേസും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തക്കവണ്ണം തന്നെ കബോർഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പെയിൻറ്റ് മെയിനായിട്ടൊരു വൈറ്റ് കളർ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുകൾ ഭാഗത്തെ സീലിങ്ങിലെല്ലാം വന്നിട്ട് ചെറിയ പീച്ച് കളറിലെ ലൈറ്റ് കൊടുത്തിട്ട് ചെറിയ പ്രൊജക്ഷനൊക്കെ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം LED ലൈറ്റുകളിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ്. അതിൻ്റെ അടിയിലുള്ള സ്പേസ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് മനോഹരമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെയാണ് ഇലക്ട്രിക്കിൻ്റെ ആ ഒരു DP ബോക്സ് കാണാറുള്ളത്. ഇവിടെ കുറച്ച് അകത്തേക്ക് മാറിയിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിലാണ് ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് ചെല്ലുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇപ്പോഴത്തെ ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെയും വുഡിൻ്റെ ഫ്രെയിം ഇട്ട് ധാരാളം പോക്കറ്റ് ബോക്സുകൾ പോലെയൊക്കെ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം LED ലൈറ്റുകളിട്ട് മനോഹരമാക്കിയിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കബോർഡുകൾ, നമ്മുടെ ആവശ്യത്തിലും കൂടുതൽ ധാരാളം കബോർഡുകൾ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ കൊടുത്തിരിക്കുന്ന കബോർഡുകൾക്കെല്ലാം ഒരു സിൽവർ കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സറൗണ്ടിങ്സിലെല്ലാം വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോകൾ, ചെറിയ ചെറിയ ഒറ്റപ്പാളികളുടെ വിൻഡോകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് വന്നിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു സിങ്ക് 2 പൈപ്പോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ 2 തരത്തിലുള്ള പൈപ്പ് കണക്ഷൻ, 2 തരത്തിലുള്ള വെള്ളമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കിണർ വെള്ളവും അതുപോലെ തന്നെ ഒന്ന് പൈപ്പ് വെള്ളവും, 2 കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് കൊടുത്ത് അവിടെയും LED ലൈറ്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ 2 സൈഡിലായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഫ്ലോർ എല്ലാം തന്നെ നല്ല രീതിയിൽ ടൈലിട്ട് ഭംഗിയാക്കിയിട്ടും വൃത്തിയാക്കിയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിങ്കിനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പാത്രങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴുകാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ മറ്റൊരു ഡോറ് വരുന്നത്. ഈ 2 ഡോറുകളിലൂടെ ആശ്വസിച്ച് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള ആക്സസ് ഉള്ളതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ചുറ്റിലുമുള്ള ഇത് മുഴുവനും ഗ്രില്ലിട്ടിട്ട് കവർ ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള നല്ല നൈബേഴ്സ് കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ചുറ്റിനും ഈ പറഞ്ഞ 6 വില്ലകൾ കൂടാതെ തന്നെ ധാരാളം വീടുകൾ വേറെയും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നൈബേഴ്സിനെ കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. ഇപ്പോൾ നമ്മൾ വീണ്ടും വർക്ക് ഏരിയയിൽ നിന്നും ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വാഷ് ബേസിൽ ഇരിക്കുന്നതിൻ്റെ അതൊരു മിഡിൽ ഭാഗത്താണ് വാഷ് ബേസിൻ. അതിന് 2 സൈഡിലായിട്ടാണ് ഓരോ ബെഡ്റൂമുകൾ വീതം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനാലകൾ വരുന്നത് 2 സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 പാളികളുള്ള ഒറ്റ ജനാലായിട്ടും 2 സിംഗിളായിട്ടുള്ള ജനാലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ ഫ്ലോർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരേ ടൈപ്പ് ടൈൽ കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൻ്റെ കൂടെ ആ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറുള്ള ആ ഒരു കോമ്പിനേഷൻ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എല്ലാം കാണാനായിട്ട്. ഇവിടെ കബോർഡുകൾ വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡ് കോർണറിലായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡായ രീതിയിലുള്ള ടൈലും ഫ്ലോർ ടൈലുകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. വാഷ് ബേസിൻ കഴിഞ്ഞ് അടുത്ത ഒരു സ്പേസിലായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും നല്ല നീളത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീതിയേക്കാൾ കൂടുതൽ നല്ല നീളമിട്ടിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇതിലും ആവശ്യത്തിന് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം വിൻഡോകളെല്ലാം ചെയ്തിട്ടുണ്ട്. കബോർഡ് വന്നിട്ട് ആ ഒരു സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ട് ധാരാളം വർക്കുകൾ സീലിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റുകളും ഇട്ടിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഒരു വൈറ്റ് കളർ ടൈലാണ് വോളിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രിപ്പുള്ള ഒരു സിൽവർ കളർ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ താഴത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ചവിട്ടുപടികളിലെല്ലാം ഇട്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന വഴിയിലുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ഇടയ്ക്കിടെയെല്ലാം ഗ്ലാസ്സുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് ഇവിടെ എല്ലാ സ്ഥലത്തും തന്നെ അത്യാവശ്യം കാണുന്ന എല്ലാ ഏരിയകളിലും ഈ ഒരു കോമൺ ലൈറ്റായിട്ട് തന്നെ ഇവരത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ധാരാളം വർക്കുകളാണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സ്റ്റെയർ കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പെർഗോള മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വെളിച്ചം അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ പെർഗോള കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെയായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള ജനാലകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശവും വെളിച്ചവും എല്ലാം അകത്തേക്ക് കടക്കുവാനായിട്ട് ഇത് വളരെയധികം സഹായകമായിട്ടുണ്ട്. ഈ സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും കൂടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു TV യൂണിറ്റ് എന്ന് തന്നെ അതിന് പറയാം. ഇതൊരു സെക്കൻഡ് ഗസ്റ്റ് ലിവിങ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റീഡിംഗ് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അവിടെ ഷെൽഫും ടേബിളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാള് തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഒട്ടും കൺജഷൻ ഇല്ലാതെ നല്ല നീളത്തിലും വീതിയിലുമാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് സീലിങ്ങിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ കണ്ണുകളൊന്നും നോക്കിപ്പോകുന്ന രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു സെക്കൻഡ് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു പാസേജ് തന്നെ നല്ല നീളത്തിലും വീതിയിലുമാണ് കിടക്കുന്നത്. ഈ മുകളിലത്തെ നിലയിൽ TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയായിട്ടാണ് ഇവർ ആപ്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ട ഫെസിലിറ്റികളും പവർ പോയിന്റും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണെങ്കിലും വന്നിട്ട് ധാരാളം വർക്കുകളെല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഇവിടെ 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും തുറക്കുന്ന ഡോറ് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി നല്ല നീളത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു സൈഡെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവരികൾ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് വളരെ സേഫ് ആക്കിയിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു സെക്കൻഡ് 2 ഏരിയ ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട്. താഴത്തെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഒരു വേറെ ടൈപ്പ് ഓഫ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ബാൽക്കണിയുടെ സൈഡിലെല്ലാം റൈറ്റ് സൈഡിലെല്ലാം തന്നെ വിൻഡോയുടെ ചുറ്റിനും വന്നിരിക്കുന്ന ആ ഒരു വർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണെങ്കിലും ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ പെർഗോള മോഡലിൽ നല്ലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നോർമലി ടെറസിൻ്റെ ആ ഒരു മുകളിൽ ഏരിയയിലൊന്നും ഇതുപോലെ വർക്കുകൾ ആരും ചെയ്ത് കണ്ടുവരാറില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെയെല്ലാം വർക്കുകൾ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം LED ലൈറ്റ്സും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ബാൽക്കണിയുടെ മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നല്ലൊരു ഡിസൈനും റൂഫിൽ കൊടുത്തിട്ടുണ്ട്.
മുകളിലേക്കുള്ള ഈ ഒരു പില്ലറുകളും താഴത്തു നിന്നുള്ള കണ്ടിന്യൂഷനായിട്ട് തന്നെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്യൂട്ടായൊരു ലൈറ്റും അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ചുറ്റിനുമുള്ള വില്ലകളും വീടുകളിലേക്ക് ആളുകളെയും എല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ലാൻഡ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 മാസത്തിനകം നമുക്ക് ഇവിടെ ഫുള്ള് നല്ലൊരു വില്ലകളൊക്കെ ഉള്ളൊരു നല്ല ഏരിയ ആയിട്ട് മാറുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് എവിടേക്ക് പോകാനും എളുപ്പമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ അടുത്ത് തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ക്യാൻസർ സെൻ്ററിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നാഷണൽ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന നിപ്പോൺ കേരള സെൻറ്റർ, ഇതെല്ലാം തന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാൽക്കണി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ തിരിച്ച് വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും തുറക്കുന്ന 3 ഡോറുകൾ കൂടിയാണ് ഇനിയുള്ളത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അത്യാവശ്യം നല്ല നീളത്തിലായി, ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം നല്ല നീളത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ധാരാളം വെളിച്ചം കടക്കാനായിട്ട് വിൻഡോകളെല്ലാം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കബോർഡ് വന്നിട്ട് ആ ഒരു സൈഡിലായിട്ട് കോർണറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടുത്തെ പെയിൻറ്റിംഗ് ആണ് നമുക്ക് ഈ റൂമിനെ പെട്ടെന്നൊന്ന് നോക്കാൻ തക്കവണ്ണം അതിനെ ഒരു ഇതാക്കിയിരിക്കുന്നത്. കാരണം നല്ലൊരു നമ്മളുടെ ഒരു ഓഷ്യൻ്റെയൊക്കെ ഒരു കളറുണ്ട്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ആ കളർ കൊടുത്തിട്ട് അതിനിടയിലുള്ള വർക്കുകളിലെല്ലാം വൈറ്റ് പെയിൻറ്റും കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ കാണാൻ വളരെയധികം നന്നായിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം ഉള്ള ബെഡ്റൂമാണ്. കോമൺ ആയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈലാണെങ്കിലും ടൈലിൻ്റെ കളറെല്ലാം വളരെ സ്റ്റാൻഡേർഡായ രീതിയിൽ തിരഞ്ഞെടുക്കാനായിട്ട് ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇനി ഇവിടെ നിന്നും തുറക്കുന്ന അടുത്ത ഒരു ഡോറ് കൂടെയാണ് ഉള്ളത്. ആ ഡോറ് തുറന്ന് നമ്മൾ ചെല്ലുന്നതും ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇത് അത്യാവശ്യം നീളത്തിലും വീതിയിലൊക്കെയാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെങ്കിലും എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ധാരാളം വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമുകളിലെയും പോലെ തന്നെ മുകളിലും നല്ല ഭംഗിയായിട്ട് തന്നെ സീലിങ്ങിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത ബാത്റൂമാണ്. നമ്മൾ താഴെ കണ്ട ബാത്റൂമിൽ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡായ രീതിയിലുള്ള എല്ലാ ഫിറ്റിങ്സും തന്നെയാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ടോട്ടൽ ഉള്ളത്. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഓരോ ബെഡ്റൂമുകളാണെന്നുണ്ടെങ്കിലും മുകളിലത്തെ ഹാളിലുള്ള ഈ ഒരു സ്പേസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് തുറക്കുന്ന ഒരു ഡോറ് കൂടിയാണ് ഉള്ളത്. അത് യൂഷ്വലി നമുക്കറിയാം. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോറ് കുറച്ച് വ്യത്യസ്തമായ ഗ്രിപ്പുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്പേസ് ഫുള്ളായിട്ട് തന്നെ മുകളിൽ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ടാണ് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നത്. അതിനുള്ള പോയിൻറ്റും പൈപ്പ് കണക്ഷൻസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിൻ്റെ നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ ആ ഒരു കൈവരികളുടെ മുകളിലെല്ലാം തന്നെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മഴ നനയാതെ തന്നെ കയറി പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ മുകളിലെല്ലാം ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 4.25 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ വില്ലയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ എടുത്ത വീട് കൂടാതെ വേറെ 2 വീടുകൾ കൂടി സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലൊരു വീടാണ് ഈ കാണുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 3 ബെഡ്റൂമാണുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് 3.25 സെൻറ്റ് സ്ഥലത്തിലാണ്. 1750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ കാണുന്ന വില്ലയും ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഫൈനൽ വർക്കുകൾ മാത്രമാണ് ഈ വില്ലയിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ വില്ലയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനുദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്.
അടുത്ത ഒരു വില്ല സെയിലിനായിട്ടുള്ളത് ഇതാണ്. ഇവിടുത്തെ ഈ ഒരു വില്ലകൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടത്തേക്കുള്ള ഈ ഒരു റോഡെന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇൻ്റർലോക്ക് ചെയ്ത ടൈലുകൾ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങി ഈ എല്ലാ വില്ലകളിലേക്കും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ഇൻ്റർലോക്കിംഗ് ടൈലുകളെല്ലാം വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 4 ബെഡ്റൂമിൻ്റെ വീടാണ്. ഇതിൻ്റെയും ഫൈനൽ വർക്കുകൾ, അതായത് കാർ പോർഷൻ്റെ വർക്കുകൾ മാത്രമാണ് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത്. ഈ വീടാകുമ്പോൾ 4.25 സെൻറ്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1950 ഈ കാണുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഇതിനുദ്ദേശിക്കുന്ന റേറ്റ് 95 ലക്ഷം രൂപയാണ്. ഈ വീട്ടിലാണെങ്കിൽ നമുക്ക് 2 കാറുകളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഡിസൈനോട് കൂടിയാണ് പണികൾ പൂർത്തിയായിട്ട് വരുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് കാണുന്ന വീട് ഓൾറെഡി ഈ പ്രൊജക്റ്റിൽ തന്നെ പെട്ടതാണ്. അത് ഓൾറെഡി അവിടെ സെയിലായി ആൾ താമസവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നല്ല നൈബേഴ്സിനെ കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് തീർച്ചയായിട്ടും താമസിക്കാനായിട്ട് വരുന്നതെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. അപ്പോൾ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ 3 വില്ലകളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം അടുത്ത ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.